ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇത് കാണുന്നത് ഒരുപക്ഷെ നിങ്ങൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ യോഗയ്ക്ക് പോകുന്നുണ്ട്. യോഗ ക്ലാസ്സിലെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ നല്ല അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ച ഒരു അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. ഇതെടുത്ത് പറയാനാണെങ്കിൽ ഞാൻ പിന്നെ കുറച്ചൊക്കെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. കാരണം ഇതിനകത്ത് കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഇഷ്ടമില്ലാത്തവരായിട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് രാവിലെയൊക്കെ ആയിരുന്നു, രാവിലെ തൊട്ട് ഉച്ച വരെ ആയിരുന്നു പ്രോഗ്രാം. കേക്ക് കട്ടിങ്ങും പിന്നെ നമ്മളിവിടെ ഈ യോഗ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട്. അതിൻ്റെ മുകളിലൊരു ഹോളുണ്ട്. അതിനകത്തിലാണ് ഞങ്ങൾ യോഗ ചെയ്യുന്നത്. അപ്പോൾ താഴത്തെ ആയുർവേദ ഡോക്ടറും അവിടുത്തെ എല്ലാ സ്റ്റാഫുകളെല്ലാവരും മുകളിൽ വന്നായിരുന്നു. അവർ വന്ന് നല്ല രീതിയിൽ പാട്ടൊക്കെ പാടി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഡോക്ടറൊക്കെ ആണെങ്കിൽ പാട്ടൊക്കെ പാടി, ഞങ്ങളുടെ യോഗാചാര്യനും പാട്ടൊക്കെ പാടി, ഞങ്ങളെല്ലാവരും നന്നായിട്ട് പാട്ടുമൊക്കെ പാടി. ഇതെല്ലാവരോടും കൂടി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഡാൻസ് കളിക്കാൻ വിളിച്ചു. സാറ് പാട്ടിട്ട് തന്നു. ആരും ഡാൻസ് കളിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഓരോരുത്തരെ പേര് വിളിച്ച് ഒറ്റയ്ക്ക് നിർത്തി കളിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കൂട്ടത്തിൽ ചെന്ന് നിന്നിട്ട് എന്തെങ്കിലും കൈയടിക്കുകയോ ചുമ്മാ തുള്ളുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ രക്ഷപ്പെട്ട് പോകാമല്ലോ എന്നും പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനി ഇതേപോലെ ഒരു അവസരം ഇനി കിട്ടുമെന്ന് അറിയത്തില്ല. പക്ഷേ സൂപ്പറായിരുന്നു. പാർത്തമ്മവും കുറച്ച് നേരം വരെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. പരീക്ഷ കഴിഞ്ഞിട്ട് വന്ന പിള്ളേരുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിന് പരീക്ഷ ഉച്ചയ്ക്കായിരുന്നു പരീക്ഷ. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കാൻ പറ്റിയില്ല. അവൻ ഉച്ച വരെയൊക്കെ നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു 12 മണി കഴിഞ്ഞപ്പോഴത്തേനും ആകുമ്പോൾ ഇതാ ഈ ഇരിക്കുന്ന ആന്തരിയാണ് ഞങ്ങളുടെ യോഗ ക്ലാസ്സിലെ ഏക ആന്തരി. അവൻ മാത്രമേ വന്നിട്ടുള്ളൂ. വേറെ ഒരാളും കൂടെ ഉണ്ട്. 2 ആൺപിള്ളേരുണ്ട്. അതിലൊരുത്തൻ മാത്രമേ ഇന്ന് പ്രോഗ്രാമിന് വന്നുള്ളായിരുന്നു. അപ്പം അവനിങ്ങനെ ഒറ്റയ്ക്ക് മാറിയിരിക്കുന്ന കണ്ടുകൊണ്ട് വന്ന് ഡാൻസ് കളിക്കാനൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ ആൾ പോകുന്നതേ ഇല്ല. ആളിങ്ങനെ മാറിയിരിക്കുക ഒറ്റയ്ക്ക് ഉള്ളായതുകൊണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള കുഞ്ഞു പിള്ളേരൊക്കെ നന്നായിട്ട് ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. അപ്പം അതെല്ലാവരും ഡാൻസൊക്കെ കളിക്കുന്നതൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ എന്താണ് പറയേണ്ടത്, ഇതേപോലുള്ള അടിപൊളി ഒരു പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി. അത് നിങ്ങളെ കാണിക്കാനും പറ്റുന്ന തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു. പിന്നെ ഞാൻ യോഗ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും യോഗ ചെയ്യുന്നതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റായിട്ട് യോഗ ചെയ്യുന്ന ഒരു വീഡിയോ ഇടാം. നല്ലതാണ് കേട്ടോ. നമുക്ക് സൂര്യ നമസ്കാരമൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. യോഗയിലെ എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളവിടെ പോയി ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ചു, ഫുഡൊക്കെ കഴിച്ചടിച്ചു പൊളിച്ചു. പിന്നെ നമ്മൾ വീട്ടിലെത്തി. നമ്മുടെ വീട്ടിലും പ്ലം കേക്കൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. പാർത്തനും ഞാനും അണ്ണനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടി കേക്കൊക്കെ കഴിച്ചു. അങ്ങനെ കേക്കൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് കരോൾ വന്നത് കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ കരോളും കണ്ടു നമ്മൾ. ഇനി അടുത്ത വർഷത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടേ ഈ ഒരു ഡാൻസൊക്കെ കാണാൻ വേണ്ടിയായിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ഇതൊക്കെ കണ്ടു കേട്ടോ. നല്ല രസമായിരുന്നു പിള്ളേരുടെ തുള്ളൽ. അപ്പോൾ ഇതാണ് എൻ്റെ ക്രിസ്മസിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല വിശേഷങ്ങളായിട്ട് വരാം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും സ്നേഹപൂർവ്വം രേഷ്മ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ കൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.